അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 330. വിവാഹം ഉദ്ദേശിച്ച പുരുഷൻ താൻ വിവാഹിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ ഒന്ന് കാണൽ സുന്നത്തുണ്ട്. ഫിഖ്ഹിൻ്റെ എല്ലാ കിതാബുകളിലും അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മിൻഹാജിൽ വഇദാ ഖസദ നിക്കാഹഹ സുന്ന നദ്റുഹു ഇലൈഹ എന്ന് എഴുതി വച്ചത് കാണും. അപ്പോൾ പെണ്ണു കാണൽ ചടങ്ങ് അത് ഇസ്ലാമിൽ മത്ലൂബായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടേണ്ട ഒരു കർമ്മം തന്നെയാണിത്. കാരണം പെണ്ണു കാണുക എന്നു പറയുന്നത് സുന്നത്താകാനുള്ള കാരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ലിൽ അംരി ബിഹി ഫിൽ ഖബരി സ്വഹീഹ്. ഇമാം മുഗ്നി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉദ്ധരണി സുന്ന നദ്റുഹു ഇലൈഹാ ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു വഖദ് ഖതബ ഇംറഅതൻ ഉൻദുർ ഇലൈഹാ. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു തആല അൻഹു ഒരു പെണ്ണിനെ വിവാഹിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഗീറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എങ്കിൽ ഉൻദുർ ഇലൈഹ, നീ ആ പെണ്ണിനെ ഒന്ന് ചെന്നു കാണണം. അപ്പോൾ പെണ്ണു കാണുക എന്നത് സുന്നത്താകാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന മാനിച്ചുകൊണ്ട് വിവാഹമുദ്ദേശിക്കുന്ന എല്ലാ പുരുഷന്മാരും അവർ വിവാഹിക്കാൻ തീരുമാനിച്ച ആ പെണ്ണിനെ ഒന്ന് കാണൽ സുന്നത്താണ്. അങ്ങനെ ആ ഒരു സുന്നത്ത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താണ്? അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവരിച്ചു. ഫഇന്നഹു അഹ്റാ അൻ യഅ്ദുമ ബൈനകുമൽ മവദ്ദത്തു വൽ ഉൽഫ. നിങ്ങൾക്കിടയിൽ അഥവാ ദമ്പതികൾക്കിടയിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കാൻ ഈ ഒരു കാഴ്ച വളരെ ഉപകാരപ്രദമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് മുന്നോട്ട് വെക്കുന്ന ഏതൊരു നിയമത്തിൻ്റെയും പിന്നിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാവുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള പല രഹസ്യങ്ങളും ഹിക്മത്തുകളും ഉണ്ടാകും. എന്നാൽ പെണ്ണുകാണൽ ചടങ്ങിൻ്റെ ആ ഒരു സുന്നത്തിൻ്റെ പിന്നിലുള്ള അതിനാൽ നേടിയെടുക്കാവുന്ന വലിയൊരു നേട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, പെണ്ണിനെ കണ്ടുകൊണ്ട് കല്യാണം കഴിച്ചാൽ അവർക്കിടയിൽ സ്നേഹവും ഐക്യവും എന്നെന്നും നിലനിൽക്കും. അപ്പോൾ നിക്കാഹിന് മുമ്പേ ഒരിക്കൽ പോലും താൻ കണ്ടിട്ടില്ലാത്ത ഒരു പെണ്ണിനെയാണ് ഒരാൾ വിവാഹിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവരുടെ ദാമ്പത്യത്തിൽ സ്നേഹം നഷ്ടപ്പെടാൻ, പരസ്പര ഐക്യം നഷ്ടപ്പെടാൻ ആ കാണാതിരിക്കുക എന്നത് കാരണമായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിക്കാഹിന് മുമ്പേ താൻ വിവാഹിക്കാൻ ഉദ്ദേശിച്ച സ്ത്രീയെ ഒന്ന് നേരിൽ കാണണം എന്ന് വിവാഹം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നിർബന്ധം വേണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. ആ സുന്നത്ത് എടുക്കുന്നതിലൂടെ തൻ്റെ ദാമ്പത്യത്തിൽ അങ്ങോളം പരസ്പര സ്നേഹവും ഐക്യവും നിലനിൽക്കാൻ ആ സുന്നത്ത് പര്യാപ്തമാണ്. ഇത് നബുവത്തിൻ്റെ പരിശുദ്ധമായ നാക്കിലൂടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. ആകയാൽ വിവാഹം ഉദ്ദേശിക്കുന്ന പുരുഷൻ തന്നെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ്.
അതല്ലാതെ എൻ്റെ ഉമ്മ കണ്ട് അല്ലെങ്കിൽ ഉപ്പ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കതും മതി എന്ന ശൈലി, അത് മാതാപിതാക്കളോട് വിധേയപ്പെടുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രകടനമാണെങ്കിലും, അങ്ങനെയുള്ള ഒരു നിലപാടാണെങ്കിലും, താൻ വിവാഹിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ താൻ തന്നെ ഒന്ന് കാണണം എന്ന ശറഇൻ്റെ ഈ ഒരു നിയമം പാലിക്കുന്നതിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. അത് പാലിക്കാതെ പോകുമ്പോൾ അതിൻ്റേതായ ചില പ്രത്യാഘാതങ്ങളും ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ആകയാൽ ഇത്തരം സുന്നത്തുകളൊക്കെ അതിൻ്റെ ഗൗരവത്തോടു കൂടെ തന്നെ നമുക്ക് പാലിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.